ഒരു മുംബൈയിൽ രോഹിത്തിനെ കാണാൻ രേവതിക്കുട്ടി വീണ്ടും എത്തുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതോരു മുംബൈയിലാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എവിടേക്ക്? എറണാകുളത്ത് നിന്ന് നമ്മുടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക്, കോട്ടയത്തേക്ക്. ഇതേ സമയം അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയെ വിളിച്ച് എത്തിയ വിവരം അറിയിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോഴും രേവതിക്കുട്ടിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അലീന ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര ദിവസം കളിചിരികളുമായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടായില്ലേ, പെട്ടെന്നത് ഇല്ലാതായപ്പോഴുള്ള ഒരു സങ്കടമാണ് ചേച്ചി എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം, മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. നിനക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മനുവും ഗംഗാധര മേനോനും കടപ്പാട്ടൂർ വീട്ടിൽ അലീനയും സഹോദരങ്ങളും തിരിച്ചെത്തിയ വിവരം അറിയുന്നുണ്ട്. അങ്ങനെ അവർ വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കടന്നു വരുന്ന അവരുടെ അടുത്താണെങ്കിൽ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ട, എന്താ അങ്കിൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മോളെ, നീ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് പറയാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗാധര മേനോൻ തുടരുന്നുണ്ട്. അതായത്, മോളെ, വേറെ ഒന്നുമല്ല, ബാലചന്ദ്രൻ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് നിന്നോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ അലീനയാണെങ്കിൽ, ഇല്ലങ്ങളെ, അതിനെക്കുറിച്ചൊന്നും എന്നോട് യാതൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം, എങ്കിൽ ഞാനറിഞ്ഞ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ, മോളെ, ബാലചന്ദ്രനുണ്ടല്ലോ, അവൻ നിൻ്റെ യഥാർത്ഥ അച്ഛനെ തിരക്കി പോയിരിക്കുകയാണ് എന്ന് പറയുന്ന കാഴ്ച കാണാൻ സാധിക്കും. അല്ല, അത് അങ്കിളിനെങ്ങനെ മനസ്സിലായേ? അങ്കിൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അവൻ എന്നെ കാണാനായിട്ട് വന്നിരുന്നു എന്നും എന്നെ കണ്ട് സ്റ്റാലിനായ നിൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ മേൽവിലാസവും ഐഡൻറ്റിറ്റിയും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്നും ബാലചന്ദ്രൻ അവിടേക്കാണ് പോയിരിക്കുന്നത് എന്നും നമ്മുടെ അലീനയോട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തിനിതൊക്കെ കൊടുക്കാനായിട്ട് പോയത്? കൊടുക്കാതിരുന്നെങ്കിൽ അച്ഛനിങ്ങോട്ട് വന്നേനില്ലേ, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ആരംഭിക്കില്ലേ എന്ന് പറയുന്നു. അത് കേട്ടതും, അതുതന്നെയാണ് മോളെ ഞങ്ങളുടെയും വിഷയം. ഇപ്പോൾ സ്റ്റാലിൻ ഇവിടേക്ക് വരികയാണെങ്കിൽ ഞങ്ങളോട് പ്രതികാരം ചെയ്യാനായിട്ട്, തീർച്ചയായിട്ടും വൈജയന്തിയുടെ നാശം കാണാനായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുമെന്നത് തീർച്ചയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അച്ഛൻ അതിനു വേണ്ടിയാണോ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്നെ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ് അച്ഛൻ ആലോചിച്ചിരിക്കുന്നത്, കരുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ നേരെ തിരിഞ്ഞു പോയല്ലോ ഈശ്വര എന്ന് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണാം. എന്തായാലും ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടേ തിരികെ വരികയുള്ളൂ എന്നുള്ള അടങ്ങാത്ത ഒരു ഇതിലാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മകളെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ, വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാം, മോള് കൂടെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായി, അതിനാണ് ഞാൻ മനുവിനെയും കൂട്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത്തിനെയും ബാക്കി എല്ലാവരെയും കാണാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ഗംഗാധര മേനോനും മനുവും. അതേസമയം മനു അലീനയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, നീ സങ്കടപ്പെടേണ്ട, എല്ലാം നല്ലതിനായിരിക്കും എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ വളരെയധികം ചാട്യം പിടിച്ചു തുടങ്ങുന്നുണ്ട്. എറണാകുളത്ത് ചെന്ന രേവതിക്കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട്, അവരിവിടെ വന്നതല്ലേ, എനിക്കും അവിടേക്ക് പോകണമെന്നുണ്ട് എന്ന് പറയുന്നത് കാണാം. എൻ്റെ രേവതിക്കുട്ടി, അവരിതേ ഇന്നല്ലേ പോയുള്ളൂ, അപ്പോഴേക്കും നിനക്ക് അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും, അവരെ ഒറ്റയടിക്ക് പോയപ്പോൾ എനിക്ക് എന്തോ മാതിരി, പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം, നമുക്ക് പോവാം എന്ന് ചോദിക്കുകയാണ്. സാധാരണ ഗ്രേസി മാമച്ചനും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കും അവരെ കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ പോവുകയാണ്. അതായത് എറണാകുളത്ത് നിന്ന് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ രേവതിക്കുട്ടിക്ക് രോഹിത്തിനെ കാണാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഒരു സർപ്രൈസായിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ അവിടേക്ക് വരാനായിട്ട് വന്നെത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ അലീന വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചനുമായിരിക്കും. ഇതേ സമയം എന്താ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അതെ, ഒരാൾക്ക് നിങ്ങളെ കാണാണ്ട് ഇരിക്കപ്പുറതിയില്ലെന്നേ, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ എന്താ രേവതിക്കുട്ടി ഇത്, ഞാൻ നിന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്, ശാഠ്യം പിടിക്കരുത് എന്ന്, പിന്നെയും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് പോന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി. നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. എനിക്ക് നിങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച ആ മുഹൂർത്തം മറക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളാമെന്ന് പറയുന്നു. വാങ്കളെ വാ ആൻറ്റി എന്ന് പറഞ്ഞ് അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോളും ബബിതയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ താനെ കാണാൻ വന്നതാണോ അതോ വേറെ ആരെങ്കിലും വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് അവർക്കും ഒരു ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്, രേവതിക്കുട്ടി നമ്മുടെ രോഹിത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഇതേ സമയം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ലില്ല, നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നു. അങ്കിളും ആൻറ്റിയും എനിക്ക് നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നു എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ ഗ്രേസിയും മാമച്ചനും കൂടി അങ്ങനെ അവിടെ നിന്ന് അലീനയായിട്ട് സംസാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് രോഹിത്തിനെ കാണാനായിട്ട് പോവുകയാണ് മുകളിലേക്ക് രേവതിക്കുട്ടി. ഇതേ സമയം രോഹിത്തിൻ്റെ മുറി തട്ടിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി ആണെന്നൊന്നും അറിയില്ല, ബബിതയോ കൃഷ്ണയോ വിചാരിച്ചായിരിക്കും നമ്മുടെ രോഹിത്ത് വാതിൽ തുറക്കുന്നത്. പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടിയെ കാണുന്നുണ്ട് നമ്മുടെ രോഹിത്ത്. രേവതിക്കുട്ടിയെ കണ്ടതും സന്തോഷം വരുന്നുണ്ട് നമ്മുടെ രോഹിത്തിൻ്റെ മുഖത്തുനിന്ന്. അല്ല രേവതി, നീ എന്താ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നതല്ലേ ഉള്ളൂ, ഞങ്ങളുടെ പിന്നാലെ തന്നെ നിങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പോന്നിട്ടേ എനിക്കത്ര ഇതില്ല, അപ്പം നിങ്ങൾ പിന്നാലെ ഞാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും നിങ്ങളിവിടെ സുരക്ഷിതമായി എത്തിച്ചിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തീർച്ചയായും പോകും, നിങ്ങളുടെ ഓർമ്മ എന്നെ വിട്ട് പോയില്ല, അതുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നു. അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.